അപ്പോൾ ഞാൻ ഇന്ന് വീട്ടിലിരിക്കുന്നത് എൻ്റെ കുട്ടികൾക്ക് ഒരു എന്താ പറയുക, ഒരുപാട് വലിയ വലിയ ആളുകളൊക്കെ നക്ഷത്രം മേടിക്കാനൊക്കെ കിടന്ന് വലിയ നക്ഷത്രമൊക്കെ തൂക്കിയിരിക്കുന്നത് കണ്ടിട്ട് പാവപ്പെട്ട കുട്ടികൾക്ക് ഈ വലിയ നക്ഷത്രങ്ങളൊന്നും മേടിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വിഷമിക്കുന്ന കുട്ടികൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വെറും ചെറിയ ചിലവിൽ ഇതിപ്പോൾ ഒരു A4 ഷീറ്റാണ്, ഒരു 15 ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇത് പല കളറിലുള്ള ഷീറ്റാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇന്നിപ്പോൾ ക്രിസ്മസ് ആയതുകൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. അപ്പോൾ നമുക്ക് പല കളറിലുള്ള ഷീറ്റുകളാണ് കിട്ടിയത്. ഭംഗിയാവുമെന്നൊന്നും എനിക്കറിയില്ല, എന്നാലും നമുക്കൊരു ശ്രമം നടത്തി നോക്കുകയാണ്. വളരെ ചെറിയ ചിലവ്, ഒരു 10-30 രൂപയ്ക്കുള്ളിലുള്ള ചിലവേ നമുക്കുള്ളൂ. ഇത് കുറച്ച് A4 ഷീറ്റാണ്. അതുപോലെ ഒരു കത്രിക, കുറച്ച് ഫെവിക്കോള്, 2 നൂല്, ഒരു സ്കെയില്, ഒരു പെന്ന്, ഇത്രയും സംഭവമാണ് നമ്മൾ ഈ നക്ഷത്രം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് എന്താണ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇത് ഈ പേപ്പർ എടുക്കുകയാണ്. ഒരു പേപ്പർ എടുക്കുക. ഒരു പേപ്പർ എടുത്തിട്ട് ഇത് ഒന്ന് മടക്കുകയാണ്. ഇതിങ്ങനെ നമ്മൾ മടക്കുകയാണ്. എല്ലാം കൃത്യമായിട്ട് വരണം. ഈ 2 സൈഡും ഒരേപോലെയാണ് മടക്കുന്നത്. ഇത് കൃത്യമായിട്ട് വരണം, ഒരേപോലെ തന്നെ നമ്മൾ കൃത്യമായിട്ട് മടക്കണം. അല്ലെങ്കിൽ അതിൽ ഒരു 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 പ്രശ്നം ഉണ്ടാവും. അങ്ങനെ നമ്മൾ ക്ലിയറായിട്ട് ഒന്ന് എടുക്കുകയാണ്, ഒരേപോലെ മടക്കുകയാണ്. ഇത് കുറച്ച് കട്ടിയുള്ള പേപ്പർ ആയതുകൊണ്ട് നമുക്കൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്, എന്നാലും സാരമില്ല. ഇതിങ്ങനെ നമ്മൾ കൃത്യമായിട്ട് മടക്കുകയാണ്. ഇതിങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഇതിങ്ങനെ ഒട്ടിക്കുകയാണ്. ഇതിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നു. ഇതിങ്ങനെ ഇത്തിരി ഫെവിക്കോളിൻ്റെ പശ ഇട്ട് ഇതിങ്ങനെ ഒട്ടിക്കുകയാണ്. ഇങ്ങനെ അനങ്ങാണ്ടിരിക്കും. ഫെവിക്കോൾ എന്തോ ഇച്ചിരി കട്ട പിടിച്ചിട്ടുള്ളത്, ഒന്ന് ക്ലിയർ ആയിക്കോട്ടെ. ഇത് ചെറിയ പൈസക്ക് ഉണ്ടാക്കാവുന്നതാണ്, പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ പറ്റുന്ന. അവിടെ ഇരുന്നേ, അനങ്ങാണ്ടിരുന്ന നമ്മളെ അവിടെ ഇരുന്നേ. എന്തായി ഫെവിക്കോള് കട്ട പിടിച്ചു പോയല്ലോ. ഇങ്ങനെ ഒന്ന് ഫെവിക്കോള് തൂത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മളത് ഒട്ടിച്ചു. ഇങ്ങനെ നമ്മൾ ഒട്ടിച്ചു. ഇതെല്ലാം നമ്മളിങ്ങനെ ഒട്ടിക്കുക. ഇപ്പോൾ 15 എണ്ണമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ആ 15 എണ്ണവും ഇങ്ങനെ ഒട്ടിച്ചിട്ട് നമ്മൾ മാറ്റി വയ്ക്കുക. നമ്മളിതെല്ലാം ഒട്ടിച്ചു. ഇങ്ങനെ 15 എണ്ണം ഒട്ടിച്ച് ഇങ്ങനെ മാറ്റി വെച്ചു. ഇനി നമ്മളതൊന്ന് ശരിക്കും ഇത് ലെവലായിട്ടാണെന്ന് നമുക്ക് പൂർണ്ണമായി പറയാൻ പറ്റില്ല. കറക്റ്റ് ലെവലായിട്ട് ഒട്ടിച്ചെങ്കിൽ നല്ല രസകരമായിട്ട് കിട്ടേണ്ടതാണ്. നമുക്ക് നോക്കാം. കുറേ കാലഘട്ടം മുമ്പ് നമ്മളിങ്ങനെ ഒക്കെ ഉണ്ടാക്കി പഠിച്ചതല്ലേ, അപ്പോൾ തെറ്റാനൊക്കെ സാധ്യതയുണ്ട്. ഞാനിപ്പോൾ ഇന്നിപ്പോൾ വീട്ടിലിരുന്നപ്പോൾ വെറുതെ ഒരു രസത്തിന് ചെയ്ത് നോക്കുന്നതാണ്. നോക്കാം നമുക്ക്. ഇപ്പം ഇങ്ങനെ ഒന്ന് ക്ലിയറായിട്ട് ഇതാക്കി. ഇനി നമുക്കിത് 2 പാർട്ടാക്കി മാറ്റാം. 2 പാർട്ടാക്കിയിട്ട് മാറ്റുക. നമ്മളിങ്ങനെ 2 പാർട്ടാക്കി മാറ്റി. ഇനി നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഇത് കറക്റ്റ് ആയിരിക്കണം. ആയില്ലെങ്കിൽ ചെറിയ തെറ്റിലൊക്കെ ഉണ്ടാവും കേട്ടോ. 2 പാർട്ടായിട്ട് മാറ്റി. ഇനി നമുക്ക് ഇതിനകത്തൊരു സ്കെയിൽ വെച്ച് 2 പോയിന്റ് ഇടാം. നമുക്കൊരു 2 പോയിന്റ് നമ്മളിതാണ്. ഇങ്ങനെ 2 പോയിന്റ് ഇട്ടു. അത് കഴിഞ്ഞതിന് ശേഷം ഇതുമേ ഇങ്ങനെ ഒരു വര നമ്മൾ കൊടുക്കുക. തിരിച്ചു വന്നപ്പോ സ്വീകരണോടായിരുന്നു. ടിവിയിൽ കണ്ടല്ലോ. നമ്മളിപ്പോ അങ്ങോട്ടല്ലേ പോണത്.
ഇങ്ങനെ വരച്ചു. വരച്ചതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്യാണ്. ഇത് കട്ട് ചെയ്യാണ്. ഇതിങ്ങനെ നമ്മൾ കട്ട് ചെയ്യുക. കറക്റ്റായിട്ട് കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്രിക കട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ തെറ്റിപ്പോവും. തെറ്റിപ്പോയാലും പണി കിട്ടും. അപ്പോൾ നമ്മൾ 2 പാർട്ടായിട്ട് തിരിച്ചു. ഇപ്പോൾ 2 പാർട്ടായിട്ട് തിരിച്ചതിൻ്റെ ഒരു ഭാഗം നമ്മളെടുത്ത് വെട്ടി ഇത് ഇങ്ങനെ ക്ലിയർ ആക്കി എടുത്തു. ഇനിയിപ്പോൾ ഇതിൻ്റെ അളവിൽ തന്നെ നമ്മൾ ഇതും മുറിച്ചെടുക്കണം. അതാണ് ഇനി അടുത്ത പണി. ഇത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടുന്നില്ല, കാരണം പേപ്പറില്ല. പിന്നെ നമുക്ക് ഇന്നിപ്പോൾ യാദൃശ്യമായിട്ടിരുന്നുകൊണ്ട് നമുക്ക് നല്ല മൂർച്ചയുള്ള കത്രികയില്ല. അപ്പം അങ്ങനെയുള്ള പ്രയാസമൊക്കെ ഉണ്ട്. എന്നാലും നമ്മളിത് കറക്റ്റ് അളവിൽ മുറിക്കാൻ ശ്രമിക്കുക. ഉണ്ടാക്കിയ നക്ഷത്രം നിവൃത്തിയാണ്. ഇതൊക്കെ കുട്ടികൾ ഉണ്ടാക്കി ഇവിടെ പണ്ട് നമ്മൾ ചെറുപ്പത്തിലേക്ക് ഉണ്ടാക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ എന്നുള്ളത് ഇപ്പോൾ ശരിയായില്ലെങ്കിലൊന്നും തോന്നരുത്. നമുക്ക് നോക്കാം.